ഞാൻ ആരാണെന്ന് മനസ്സിലായോ? നമുക്ക് എഴുന്നേറ്റ് നടക്കണ്ടേ? നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു പിടിക്കണ്ടേ? അപ്പോ ചികിത്സ തുടങ്ങുക തന്നെ. ഇതുവരെയുള്ള ചികിത്സകളുടെ എല്ലാ വിവരങ്ങളും ഡൽഹിയിൽ നിന്നേ ഡോക്ടർ അശോക് അയച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ചികിത്സയെ കുറിച്ച് അറിയാലോ, പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ഉണ്ട്. അലോപ്പതിയെ നമ്മൾ വിട്ടുകളയുന്നില്ല, എന്നാൽ ആയുർവേദത്തെയാണ് അധികമായി നമ്മൾ ആശ്രയിക്കുക. രണ്ടിലും ഒരുപോലെ കേമനാണ് നമ്പീശൻ അദ്ദേഹം. ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഹോൾ ബോഡി ചെക്കപ്പ് നടത്തണം. വിശദമായ ഒരു പരിശോധന. ആശുപത്രിയിൽ അഡ്മിറ്റ് ആവേണ്ടി വരും. വെറുതെ കുറെ ലബോറട്ടറി പരിശോധന നടത്തിയ പോരാ, ഡോക്ടറുടെ നിരീക്ഷണത്തിൽ കഴിയണം. എന്താണ്, തയ്യാറാണോ? ഓ, എന്ത് വേണമെന്ന് ഡോക്ടർ പറഞ്ഞാ മതി. ഞാൻ അറിയിക്കാം. ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാം ശരിയാവും. ശരിയപ്പോ ശരി. ഇണക്കത്തിന്റെ മറുപുറമല്ലേ പിണക്കം. വിശ്വാസമോ യുക്തിയോ ശാസ്ത്രമോ എന്തോ ആയിക്കോട്ടെ, സന്ധ്യക്ക് തിരികൊളുത്തുന്നത് വീടിനൊരു ഐശ്വര്യ. എന്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവർക്ക് പുരിക ഉയർത്താം. അപ്പോ നമ്മൾ ഒറ്റക്കെട്ട്. അതെ, സോനു ഒരു സങ്കടമായിട്ടാ താഴേക്ക് വന്നത്. അങ്കിളിന്ന് മൂഡ് ഓഫിലാ, ഒന്നും കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പാവത്തിന് നല്ല വിഷമമുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ വരാം, എല്ലാം ശരിയാക്കാന്ന്. ദേ, സോനയ്ക്ക് വാക്ക് കൊടുത്തിരിക്കാട്ടോ, എന്തെങ്കിലും കഴിക്കാൻ ഇപ്പൊ കൊണ്ടുവരും. ദേ, കഴിച്ചേക്കണേ, ഇല്ലെങ്കിൽ ചമ്മുന്നത് ഞാനാ. വേണ്ടെന്നോ? അയ്യോ, അത് പറ്റില്ല. അങ്കിള് കാല് മാറരുത് കേട്ടോ, പ്ലീസ്. എന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നം. അങ്കിളിന് ചെമ്പകശ്ശേരിയിലെ രവിശങ്കറിനെ അറിയില്ലല്ലോ, എന്റെ അച്ഛനും. പക്ഷെ അതിന്റെ അഹങ്കാരമൊന്നും മൂപ്പർക്കില്ല കേട്ടോ. ഞങ്ങള് ഫ്രണ്ട്സിനെ പോലെയാ. ഞാൻ പപ്പൂസെന്നാ വിളിക്കുന്നത്. പക്ഷെ ഇടയ്ക്ക് അമ്മയുമായി അച്ഛനൊരു സൗന്ദര്യപ്പണക്കം ഉണ്ടാവും. മിണ്ടാതിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നോ, പപ്പൂസിന് 2 വീക്ക്നെസ് ഉണ്ട്. ഒന്ന് ഞാൻ, പിന്നൊന്ന് ഗസല്. നല്ല ഹിന്ദുസ്ഥാനി സംഗീതം. ഒമ്പായിയൊക്കെ വലിയ ഇഷ്ടാ. ഞാൻ 4 ഗസലങ്ങ് കേൾപ്പിച്ചു കൊടുക്കും. അതോടെ പപ്പൂസ് ഫ്ലാറ്റ്. അങ്കിളിന് എങ്ങനെയാ, ഗസൽ ഇഷ്ടാണോ? ആണോ?
ഇപ്പൊ കേൾപ്പിച്ചരാമേ ഫോൺ. ഒരു മിനിറ്റ്. കണ്ടോ? ഓട്സ് ആണ്. ഇപ്പൊ ഇതാ കഴിക്കാറ്. അങ്കിൾ, ഞങ്ങളുടെ വീട്ടില് മുത്തശ്ശനേ ഉള്ളൂ. നിഖിലിന്റെ അച്ഛനില്ല. അതൊരു കുറവ് തന്നെയാ. പക്ഷേ നിഖിലിന്റെ അമ്മയ്ക്ക് ഈയിടെ കൂട്ടായിട്ടൊരാളെ കിട്ടി. ഈ പ്രായത്തിൽ അമ്മയെ കല്യാണം കഴിപ്പിക്കാൻ മുൻകൈ എടുത്തത് ഞാനാട്ടോ. നിഖിലിന്റെ അച്ഛന് പകരമാവില്ലെങ്കിലും അമ്മയ്ക്കൊരു തണൽ, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതിൽ വല്ല തെറ്റുണ്ടോ അങ്ങളെ? തെറ്റുണ്ടോ? അതാണ്. എഴുന്നേൽക്കാം, അല്ലെങ്കിൽ ഇനി ഇവിടെ എന്തൊക്കെ കാണേണ്ടി വരുമെന്ന് ആർക്കറിയാം. സാറവിടെ ഇരുന്നോ? സാരമില്ല, ഞാൻ കഴിച്ചു തീർന്നു. മോളിരിക്കുന്നില്ലേ? നിഖില് വരട്ടെ. അവൻ ഇന്ന് ഓഫീസിൽ എന്തോ മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടേ വരൂ. അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ ഇന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോ. ഗുഡ് മോർണിംഗ്. വായിക്കേ. വേണ്ട സാർ, സാറ് വായിച്ചോളൂ. നിങ്ങൾ പത്രം വായിക്കാറില്ലേ? എല്ലാ ന്യൂസും ഫോണിൽ കാണാലോ. ഫോണിൽ വരാത്ത പല വാർത്തകളും പത്രത്തിൽ വരും, പ്രത്യേകിച്ച് കൾച്ചറൽ ന്യൂസ്. നിഖില് പത്രത്തിലാകെ നോക്കുന്ന ഒരു കോളമുണ്ട്. ഇന്നത്തെ സിനിമ, ഏതൊക്കെ തിയേറ്ററുകളിൽ ഏതൊക്കെ സിനിമയാണെന്ന് പഠിച്ചു വെക്കാൻ. ഇപ്പൊ അതുമില്ല. ചായ കുടിക്കേ. രാവിലെ എന്നെ കുറിച്ചൊരു കമന്റ് പറഞ്ഞപ്പോ നിനക്ക് സന്തോഷമായല്ലോ. അത് കമന്റ് ആണോ? ഞാൻ പറഞ്ഞ സത്യമല്ലേ? ഞാൻ സിനിമാ കോളമെങ്കിലും നോക്കും. നീയോ? ലഞ്ച് ബ്രേക്കിന് ഞാൻ ഓഫീസിൽ വെച്ച് ന്യൂസ് പേപ്പറൊക്കെ വായിക്കാറുണ്ട്. എന്നിട്ടും വിവരമില്ലല്ലോ. നിന്റെ ഭാര്യ ആയതിനു ശേഷമാ എന്റെ വിവരത്തിന് സാരമായ തകരാറ് സംഭവിച്ചിരിക്കുന്നത്. നിന്റെ വിവരക്കേട് എനിക്കൂടി പകർന്നു കിട്ടിയെന്ന് പറ. അല്ല പിന്നെ ഒരു സാധാരണ പൗരൻ അറിഞ്ഞിരിക്കേണ്ട വിവരമൊക്കെ എനിക്കറിയാം. കേട്ടല്ലോ? അതെ അതെ, ഒരു മിനിറ്റ്. തർക്കത്തിൽ ഞാനൊന്ന് ഇടപെടാം. ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിന് ആര് കറക്റ്റായിട്ട് ആൻസർ പറയുന്നു നോക്കാം. ഐ ആം റെഡി. ചോദിക്കേ. പിന്നെ ഞാനാണോ റെഡി ഇല്ലാത്തത്? സാറ് ചോദിക്കേ. ഓക്കെ, ചോദ്യം ഇതാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഹൂ ഈസ് ദ ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി? അത് പിന്നെ ഡെപ്യൂട്ടി സ്പീക്കർ എന്നൊക്കെ പറയുമ്പോ ചീഫ് മിനിസ്റ്റർ ആരാണെന്ന് ഞാൻ പറയാം. അതാണല്ലോ മുഖ്യം. ഡെപ്യൂട്ടി സ്പീക്കർ ആരാണെന്ന് ഇവള് പറയട്ടെ. ഇവൻ അറിഞ്ഞൂടാ, അതിന്റെ അഭ്യാസമായി കാണിക്കുന്നേ. അറിയാൻ മേലാത്തോണ്ടൊന്നുമല്ല. പിന്നെ എന്നാ നീ പറ.
നീ പറ. നീ പറ. നീ അങ്ങോട്ട് പറഞ്ഞാ മതി. നിങ്ങൾ പറ. ആ, ഡെപ്യൂട്ടി സ്പീക്കർ അല്ലേ? ചിറ്റയം ഗോപകുമാർ. ശരിയാണ്. അതെനിക്കും അറിയായിരുന്നു. അയ്യടാ, കൊറേ അറിയും. നിനക്കൊന്നും അറിയില്ലായിരുന്നു. ആര് പറഞ്ഞു? നീ പറയാൻ വേണ്ടിയാ ഞാൻ പറയായിരുന്നത്. ഇത് ഏത് കൊച്ചിനോട് ചോദിച്ചാലും പറയും. ഒരു ഉത്തരം ശരിയാക്കാൻ പറയല്ലേ. എന്തോ അയ്യോ, അമ്മേ, ഇതെങ്ങനെ വീണു? എന്തുപറ്റി മീര? എന്താന്ന് പറ. എന്താ സംഭവിച്ചത്? ഞാൻ അപ്പുറത്തേക്കൊന്ന് വരാൻ നോക്കിയതാ, കാല് വഴുതി വീണു. അയ്യോ, വയ്യാത്ത കാലം തന്നെയാ. എവിടെയും തട്ടിയും തോന്നുന്നു. അമ്മേ, എണീക്കമ്മേ. എനിക്കും വയ്യ. അയ്യോ, അമ്മേ, പിടിക്ക്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. പെട്ടെന്ന് വിട്ടെ. പിടിക്ക്. പതുക്കെ. എന്തു പറ്റി സാർ? മാഡത്തിന് എന്താ പറ്റിയേ? തമ്പി കാറിന്റെ ഡോർ തുറക്ക്. സാർ, കാർ ലോക്കാ. തുറന്നു. തുറക്ക്. അല്ലെങ്കിൽ നിഖിലിനെ വിടാം. നിളെ, ആ, മേധയോ? നിള ഇങ്ങോട്ട് കേറി വരുന്ന പോലെ എനിക്ക് തോന്നി. ഡ്രസ്സും മറ്റും എടുക്കാൻ വന്നാണോ? ആ, അഡ്മിറ്റ് ആയല്ലേ? മീരേച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, 2 ദിവസം കിടക്കേണ്ടി വരും. അതെ, വൈകിട്ടത്തേക്കുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കി അച്ഛൻ്റെ കൊടുത്തേക്കട്ടെ? അയ്യോ വേണ്ട, ഹോസ്പിറ്റലിലെ ക്യാൻറ്റീൻ ഉണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മുടെ രാജ് കിച്ചൺ അല്ലേ ഉള്ളത്. അതല്ല, കഞ്ഞിയോ മറ്റോ വേണമെങ്കിലേ ഞാൻ ഉണ്ടാക്കി കൊടുത്തുവിടാം. ഏയ് സാരല്ല. നിളെ, എന്താ? ഒരു വിവരം പറഞ്ഞ തെറ്റിദ്ധരിക്കോ? ഗോസിപ്പാണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. എന്താണെങ്കിലും പറയൂ. മുൻകൂട്ടി ഞാൻ അങ്ങനെ പറഞ്ഞതിനൊരു കാരണമുണ്ട്. ചിലർക്ക് തോന്നും നമ്മൾ അവരുടെ കുടുംബകാര്യങ്ങളിലും പ്രൈവസിയിലും ഇടപെടുവാണെന്ന്. പിന്നെ അതിന്റെ പേരിൽ പിണങ്ങും. ഞാൻ എന്തായാലും അങ്ങനെയൊന്നും വിചാരിക്കില്ല. കുട്ടിയങ്ങള് മുത്തച്ഛന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടല്ലേ. മേധയും ഞങ്ങളുടെ അടുത്ത് നല്ല ടേംസിലാണല്ലോ. അതുകൊണ്ട് തെറ്റിദ്ധാരണ എന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. എന്താണെങ്കിലും പറ. നിഖിലേട്ടന്റെ കാര്യമാണ്. ഇന്നലെ രാത്രി നീള ഉറങ്ങിയതിനു ശേഷമാണോ നിഖിലേട്ടൻ വന്നത്? എന്തായാലും ആണ് ലേറ്റ് ആയിരുന്നു. അല്ല, ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോ കണ്ടല്ലോ അല്ലേ? എന്തുകൊണ്ടാ വരാൻ വൈകിയതെന്ന് പറഞ്ഞോ? കമ്പനിയിൽ എന്തോ മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. അത് നേരത്തെ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. മേധ ഇന്നലെ കണ്ടോ നിഖിലിനെ? രാത്രിയില് മഴയില്ലെങ്കിൽ ഞാൻ ടെറസിൽ പോകാറുണ്ട് എക്സസൈസ് ചെയ്യാൻ. ഇനിയിപ്പോ ട്രെയിനിങ് വരെയല്ലേ, തയ്യാറായി ഇരിക്കണമല്ലോ. അത് കഴിഞ്ഞ് വന്ന സമയത്താ നിഖിലേട്ടനെ കണ്ടത്. പക്ഷേ നിഖിലേട്ടനെ എന്നെ കണ്ടില്ല. നിഖിൽ ഇന്നലെ അല്പം കുടിച്ചിരുന്നു എന്ന് മേധയ്ക്ക് തോന്നിയല്ലേ? അതല്ലേ പറയാൻ വരുന്നത്? അതെനിക്ക് മനസ്സിലായ കാര്യ. കമ്പനിയിലെ മീറ്റിംഗിന്റെ ഭാഗമാണ് പാർട്ടി. കൂട്ടത്തിൽ കൂടിയെന്നല്ലാതെ നിഖിലിന് അതൊരു ശീലമൊന്നുമല്ല. എന്നാലും കണ്ട കാര്യം എന്നോട് സൂചിപ്പിക്കാൻ മേധയ്ക്ക് തോന്നിയല്ലോ. ഞാനതിനെ പോസിറ്റീവായി എടുക്കുന്നു. അതൊന്നും അല്ല നിള പ്രശ്നം. നിഖിലേട്ടൻ മീറ്റിംഗിലൊന്നും ആയിരുന്നില്ല. നിഖിലേട്ടൻ കുടിച്ചിട്ടിറങ്ങി വന്നത് വിമലയുടെ ഫ്ലാറ്റിൽ നിന്നാ. മേധ? അതെ നിള, ഞാൻ കണ്ടതാ. നിള ഒന്ന് ശ്രദ്ധിക്കണം. വിമലയെ പറ്റി ഞാൻ പ്രത്യേകമായിട്ടൊന്നും പറഞ്ഞു തരണ്ടല്ലോ.
മേധ നിഖിലിനെ തന്നെയാണോ കണ്ടത്? അതെ, നിഖിലേട്ടനെ തന്നെയാ കണ്ടത്. ഉറപ്പുള്ളോണ്ടല്ലേ നിങ്ങളോട് ഞാനിത് പറയുന്നത്. ശരിയെന്നാ. നിഖിൽ ഇവിടെ വന്നിരുന്നോ? ഇല്ല, നിഖില് ആശുപത്രിയിൽ മീര ചേച്ചിയുടെ അടുത്തല്ലേ? ഇന്നത്തെ കാര്യമല്ല, ഇന്നലെ ഇവിടെ വന്നിരുന്നോ? ഇന്നലെ രാത്രിയില് ആ മേധ കണ്ടിരുന്നു. ആ ശരിയാ, ഇന്നലെ രാത്രിയിലെ നിഖിൽ ഇതുവഴി വന്നായിരുന്നു. ഞാനത് വിട്ടുപോയതാ. വാ, ഇരുന്നോണ്ട് സംസാരിക്കാം. സാരമില്ല. അവൻ എപ്പോഴാ വന്നത്? ഒരു 10 മണി കഴിഞ്ഞു കാണും. അകത്തേക്കൊന്നും കയറിയില്ല, ഈ വാതിക്ക നിന്ന് സംസാരിച്ചിട്ട് പോയി. ഇവിടുത്തെ കാര്യം എന്തെങ്കിലും നിളയോട് നിഖിൽ വന്ന് പറഞ്ഞോ? അത് പിന്നെ നിളെ, ഞാൻ പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത്. നമ്മളൊക്കെ പെണ്ണുങ്ങളല്ലയോ, പലതും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും അങ്ങ് നടിക്കണം. ആഹാരത്തിന് മുൻപ് കൊടുക്കേണ്ട ഗുളികയൊക്കെ കൊടുത്തില്ലേ? കൊടുത്തു. ആ ദാ. ഇത് സോനയ്ക്ക്. ആ സ്പൂണുണ്ടോ? ആ, എങ്കിൽ എടുത്തോ. ഓക്കെ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? കഴിക്കും. വളരെ ഫേമസ് ആയ ഒരു റെസ്റ്റോറന്റാ രാജ് കിച്ചൺ. ഞങ്ങളവിടെ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കാൻ പോകുമായിരുന്നു. എന്റെ കല്യാണത്തിന്റെ സദ്യയും രാജ് കിച്ചണിൽ നിന്നായിരുന്നു. എന്താ ചിരിക്കുന്നെ? അത് അവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ടാ അമ്മ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. അവരുടെ കല്യാണമേ രുചിയിലൂടെ നടന്നത്. പിന്നെ അരവിന്ദരാജയ്ക്ക് മാത്രമല്ല കേട്ടോ കൈപുണ്യമുള്ളത്. എന്റെ അമ്മയുടെ കൈപുണ്യവും ഒന്ന് വേറെ തന്നെയാ. അതെ, ഫ്ലാറ്റിലെത്തിട്ടെ അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം ഞാൻ കൊണ്ടുതരാം. അത് കഴിച്ചിട്ട് എന്തായാലും അഭിപ്രായം പറയണം കേട്ടോ. ഇപ്പോ നമുക്കിത് കഴിക്കാം. ടേസ്റ്റ് ഇത്തിരി കൂടുതലാണല്ലോ. സുഖമില്ലാതെ കിടക്കുന്ന ഭാര്യയ്ക്ക് വേണ്ടി മനസ്സർപ്പിച്ചതുകൊണ്ടാ പാകം ചെയ്ത ഭക്ഷണത്തിന് രുചി കൂടിയത്. ഞാൻ ഭാഗ്യവതിയാ. ഇങ്ങനൊരവസ്ഥയില് നല്ല കരുതലുള്ള ഒരു ഭർത്താവ് എന്റെ സുഹൃതാ. ബാബുജിക്ക് ഇത് ഇഷ്ടപ്പെടുവോ എന്തോ? അന്യനാട്ടിൽ നിന്ന് വന്നതല്ലേ, അവിടുത്തെ രുചിയല്ല ഇതിനുണ്ടാവുക. ഇതെന്റെ നാടൻ പെണ്ണിന് വേണ്ടി നാടൻ രുചിയിൽ ഉണ്ടാക്കിയതാ. ബാബുജിക്ക് സോനയ്ക്ക് ഇത് ഇഷ്ടപ്പെടും. മേധയോ? അതെ, പഞ്ചാരക്കുട്ടിയങ്ങളുടെ മകൾ. അവളാണ് ന്യൂസ് ഏജൻസി. നാളത്തെ IPS കാരിയാണെന്ന് പറഞ്ഞ് തുള്ളിച്ചാടി നടക്കുക പെണ്ണ്. അതിനു മുമ്പ് മിക്കവാറും ഞാൻ അവളെ കാലെ പിടിച്ച് തറയിലടിക്കും. എന്നിട്ട് നിള എന്താ ചോദിച്ചേ?
ആദ്യം ഞാനൊന്ന് പതറി കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ നീള ഇങ്ങനൊരു വരവ് വരുമെന്ന്. പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. നീളയ്ക്ക് അറിയേണ്ടത് നിഖിൽ ഇവിടെ വന്നോന്നല്ല, ഇവിടെ വന്നിട്ട് കുടിച്ചോന്ന. വിമല എന്ത് പറഞ്ഞു? എന്റെ പഴയ സ്വഭാവത്തിന് എന്റെ വീട് ബാറാണോടിന്നാ ചോദിക്കേണ്ടത്. പക്ഷെ ഞാൻ ക്ഷമിച്ചു. ഇപ്പൊ ഒരു കോംപ്രമൈസിലാണല്ലോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നിഖിൽ ഇവിടെ വന്നപ്പോഴേ കുറച്ച് കഴിച്ചിരുന്നു, ഡോറ് മാറി കയറിയതാന്ന് ഞാനൊരു കാച്ചങ്ങ് കാച്ചി. നിങ്ങളത് വിശ്വസിച്ചോ? വിശ്വസിച്ചു. അത്തരത്തിലായിരുന്നല്ലോ എന്റെ അവതരണം. CCTVയെക്കാളും വലിയ കണ്ണുമായിട്ട് നടക്കുക ഫ്ലാറ്റിലെ കുറെ എണ്ണം. വച്ചിട്ടുണ്ട് ഞാൻ എല്ലാത്തിനും. ഉദയേട്ടന്റെ അമ്മ പതിവ് ക്ഷേത്ര ദർശനം കഴിഞ്ഞുള്ള വരവാ. ഇന്ന് നേരത്തെയാണല്ലോ. നോക്കട്ടെ. എന്നെ ഇവിടെ കണ്ട ആന്റി എന്തെങ്കിലും വിചാരിക്കോ? ഏയ്, മീര ചേച്ചിയുടെ മോനെ വലിയ കാര്യമല്ലാതെ അമ്മച്ചിക്ക്. ഇരിക്കേ, ഞാൻ വാതിൽ ഉറക്കട്ടെ. അയ്യോ,